നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ കളക്ടറുടെ സന്ദർശനം. ഓങ്കോളജി കെട്ടിടം ജനുവരിയിൽ തുറന്നുകൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി കസ്റ്റമർ സർവീസ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ ആദ്യ കസ്റ്റമർ സർവീസ് സെന്റർ താനൂരിൽ KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൊയ്നലി ശിഹാബ് തങ്ങളെ INL-ലേക്ക് സ്വാഗതം ചെയ്ത് ജില്ലാ നേതൃത്വം. മൊയ്നലിയെ പോലുള്ളവർക്ക് പറ്റിയ ഇടമല്ല സമകാലിക ലീഗെന്നും INL ജില്ലാ സെക്രട്ടറി CP അബ്ദുൽ വഹാബ്. നന്നമ്പ്ര പഞ്ചായത്തിൽ വാക്സിൻ വിതരണത്തിൽ ക്രമക്കേടെന്ന CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആശങ്ക ഒഴിയാതെ കേരളത്തിലെ കോവിഡ് രോഗികൾ 19,948 പേർക്ക് രോഗബാധ. TPR 13.13%. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി ബ്ലോക്ക് ജനുവരിയിൽ തുറന്നുകൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2015 നിർമ്മാണം ആരംഭിച്ച ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി തിരൂരിലെത്തിയതായിരുന്നു അദ്ദേഹം. ഒരു വർഷത്തിലധികമായി കോവിഡ് പ്രതിസന്ധിയും തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് മൂലമാണ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ദഗതിയിലായത്. പൊതുമരാമത്ത് വകുപ്പും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി യോഗം വിളിച്ചു ചേർക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം മുഴുവൻ ഒരുപാട് ആക്ടിവിറ്റീസ് പോകുന്നുണ്ട്. അതുകൊണ്ട് ചില തൊഴിലാളികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ അവൈലബിലിറ്റി ഓഫ് ലേബേഴ്സിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില എക്സ്ട്രാ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്സും പുതിയ റൂൾസ് റെഗുലേഷൻ അനുസരിച്ച് AERD റൂൾസ് അനുസരിച്ച് ചില കൂടുതൽ വർക്കും ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയുള്ള പുതിയ എസ്റ്റിമേറ്റും നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒരു ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് ഇത്ര വലിയ ബിൽഡിംഗ് വെറുതെ നമ്മൾ വെക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് PWD ഡിപ്പാർട്ട്മെൻറ്റുകളും വിളിച്ചിട്ട് അതുപോലെ മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് വിത്തിൻ 4-5 മന്ത്സിനകത്ത് തന്നെ ഇതെല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള കോൺട്രാക്ടർമാരുടെ യോഗം ഒന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ഇൻഫർമേഷൻ എല്ലാ ഡീറ്റെയിൽ റിപ്പോർട്ട് കൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ വിത്തിൻ 2 ആഴ്ചക്കകത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് മീറ്റിംഗ് വിളിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ തിരൂർ റെസ്റ്റ് ഹൗസിലെത്തിയ ജില്ലാ കളക്ടർ ജില്ലാ ആശുപത്രി ഉദ്യോഗസ്ഥരുമായും ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി നേരിൽ സന്ദർശിച്ചത്. നിലവിലെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ഏജൻസി ഒരു വർഷമായി വേണ്ട രീതിയിൽ ഇടപെടാത്തതാണ് നിർമ്മാണ പ്രവൃത്തി വൈകാനുള്ള കാരണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞത്. ഏതൊരു കോൺട്രാക്ടറും അവർക്ക് വർക്കർമാരെ കിട്ടാത്തത് കൊണ്ടുള്ള പ്രയാസമാണ് കളക്ടർ സൂചിപ്പിച്ചത്. അതോടൊപ്പം നമ്മളുടെ ഏജൻസി എന്ന് പറയുന്നത് നിർമ്മാണം മാത്രം പോരാ, ഏജൻസി വന്നിട്ട് അതിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കൺസൾട്ടിങ് ഏജൻസിയാണ്. ആ ഏജൻസി ഒരു വർഷമായിട്ട് നമ്മുടെ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് സൂപ്രണ്ട് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വെച്ചുകൊണ്ട് സർക്കാരിനെ അറിയിക്കാം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പുതിയ ഏജൻസിക്ക് നിർമ്മാണ പ്രവൃത്തി കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ എസ്റ്റിമേറ്റ് അയക്കാൻ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയതായും അവർ പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തിരൂരിലെ ഈ ഓങ്കോളജി ബ്ലോക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള നടപടികളുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൂടെയുണ്ട്. അതിനാവശ്യമായ എല്ലാ രേഖകളും ഇപ്പോൾ സൂപ്രണ്ടിനോട് വളരെ പെട്ടെന്ന് തന്നെ തിങ്കളാഴ്ച കളക്ടർക്ക് അത് അയച്ചു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺസൾട്ടിങ് ഏജൻസിയെ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയ കൺസൾട്ടിങ് ഏജൻസിയെ നിയമിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 മാസം കൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജനുവരിയിലേക്ക് തുറക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ അതിനുമായി ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ശ്രമം ഉണ്ടായിരിക്കും. സബ് കളക്ടർ സൂരജ് ഷാഫി, അസിസ്റ്റന്റ് കളക്ടർ സ്വപ്ന സലാഹുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, അംഗങ്ങളായ നസീബ് ആസീസ്, ഫൈസൽ ഡഷരി, VKM ഷാഫി, ആശുപത്രി സൂപ്രണ്ട് KR ബേബിലക്ഷ്മി, ഡോക്ടർ ജാവേദ് അനീഷ് എന്നിവരും സംബന്ധിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി കസ്റ്റമർ സർവീസ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ ആദ്യ കസ്റ്റമർ സർവീസ് സെന്റർ താനൂരിൽ KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ പട്ടണനടക്കാവിലും ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. 5000 കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷന് ഒരു കസ്റ്റമർ സർവീസ് സെന്റർ എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന കസ്റ്റമർ സർവീസ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ കസ്റ്റമർ സർവീസ് സെന്റർ താനൂരിൽ KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M. അബൂബക്കർ സിദ്ദീഖ്, ജില്ലാ പ്രസിഡന്റ് രഘുനാഥൻ, ജില്ലാ സെക്രട്ടറി ഗോപിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. വലിയൊരു കുതിച്ചുകയറ്റമാണ് നമ്മുടെ COI പ്രവർത്തകരായിട്ടുള്ള കേരളത്തിലുടനീളമുള്ള ഓപ്പറേറ്റർമാരൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രയാണത്തിൽ നമുക്കിന്ന് 5 ലക്ഷം കണക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. ഡിജിറ്റലിലാണെങ്കിൽ നമ്മൾ 25 ലക്ഷം ഭവനങ്ങളിൽ നമ്മളുണ്ട്.
തീർച്ചയായിട്ടും സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ സർവീസ് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെടുത്ത തീരുമാനമാണ് 100 സപ്പോർട്ട് സെൻറ്റർ കേരളത്തിൽ ആരംഭിക്കുക എന്നുള്ളത്. കേരള വിഷൻ്റെ സപ്പോർട്ട് സെൻറ്റർ ആരംഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റർമാർക്ക് നേരിട്ട് ഈ സെൻറ്ററിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുകയും അവിടെ വരുന്ന 5000-ഓ 10,000-ഓ കണക്ടിവിറ്റിയിലുള്ള കസ്റ്റമർക്ക് ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു സർവീസ് എത്തിക്കുന്ന രീതിയിലുള്ള ഡീസെൻട്രലൈസേഷനാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം ഉദ്ദേശിക്കുന്നത്. തിരൂരിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയുടെ കീഴിൽ തിരുനാവായ പട്ടണടക്കാവിൽ ആരംഭിച്ച ബ്രോഡ്ബാൻഡ് കമ്പനി ഓഫീസിന്റെ ഉദ്ഘാടനവും KCCL MD സുരേഷ് കുമാർ നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, ജില്ലാ പ്രസിഡന്റ് രഘുനാഥൻ, ജില്ലാ സെക്രട്ടറി ഗോപിനാഥ്, തിരൂർ മേഖലാ സെക്രട്ടറി P അജിത് കുമാർ, പ്രസിഡന്റ് C അബ്ദുൽ മജീദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിയാബ് തെക്കേൽ, സാജിദ്, ഗിരീഷ് കുമാർ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ വിനോദ്, വിജയൻ, മുരളീധരൻ, നിസാമുദ്ദീൻ, സുനിൽ CB, പ്രമോദ് കുമാർ, അർജുനൻ തുടങ്ങിയവരും മേഖലയിലെ ഓപ്പറേറ്റർമാരും ടെക്നീഷ്യന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷന്റെ പ്രൊഡക്റ്റ് കൂടുതൽ ഗ്രാമഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അതേ രൂപരേഖയിൽ അല്ലെങ്കിൽ അതേ മാതൃകയിൽ ഇന്നിവിടെ ഈ ഓഫീസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അതിൻ്റെ ഉദ്ദേശശുദ്ധി തീർച്ചയായിട്ടും സിദ്ദീഖ് നേരത്തെ സൂചിപ്പിച്ച പോലെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് എത്തിക്കുക എന്നുള്ളതാണ്. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 10-12 ക്ലാസുകളിൽ 1-2 സ്ഥാനങ്ങൾ നേടി മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ MES കേരള ട്രഷറർ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 10-12 ക്ലാസുകളിൽ 1-2 സ്ഥാനങ്ങൾ നേടി മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ MES സംസ്ഥാന ട്രഷറർ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. MES സ്ഥാപിതമായത് 1964-ലാണ്. ഈ 1964-ന്റെ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകൾ ഇവിടെ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. MES സ്ഥാപിതമാകുന്ന സമയത്ത് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ സംഘടന സ്ഥാപിതമാവാനുള്ള ചില കാരണങ്ങളുണ്ട്. അന്നൊന്നും ഒരിക്കലും തന്നെ സ്വപ്നത്തിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്താൻ സാധിക്കും. ഒരു 50 കൊല്ലം കഴിയുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ ഏജൻസിയായി മാറും എന്നുള്ള സ്വപ്നങ്ങളൊന്നും ആർക്കും കാണാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. മികച്ച നേട്ടം കൈവരിച്ച അമൽ മുഹമ്മദ്, നമിത മധു, അംന മറിയം, ഷാന ഫാത്തിമ, റിമ റിയാസ് എന്നിവർക്ക് ഉപഹാരം നൽകി. Namita Madhu with 98%. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷനായിരുന്നു. MES ജില്ലാ പ്രസിഡന്റ് OC സലാഹുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. MES ജില്ലാ സെക്രട്ടറി K മുഹമ്മദ് ഷാഫി, സ്കൂൾ പ്രിൻസിപ്പൽ ജയ്മോൻ മേലക്കുടി, വൈസ് പ്രിൻസിപ്പൽ V മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 10-12 ക്ലാസുകളിലെ വിജയശതമാനം നിശ്ചയിക്കാൻ കടുത്ത മാനദണ്ഡങ്ങളാണ് CBSE നിശ്ചയിച്ചത്. കോവിഡ് പ്രതിസന്ധികളും CBSE നിയന്ത്രണങ്ങളും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു. ഇവയെല്ലാം അതിജീവിച്ച് 10-12 ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചത്. 12ാം ക്ലാസ്സിലെ 87 കുട്ടികളിൽ 81 പേരും ഡിസ്റ്റിങ്ഷൻ നേടി. അതിൽ തന്നെ 26 കുട്ടികൾ 90% അധികം മാർക്ക് കരസ്ഥമാക്കിയവരാണ്. 6 പേർ ഫസ്റ്റ് ക്ലാസ് നേടി. 10ാം ക്ലാസ്സിൽ 159 കുട്ടികളിൽ 21 പേർ മുഴുവൻ വിഷയത്തിലും A1 കരസ്ഥമാക്കി. 50 പേർ 90% അധികം മാർക്കും 80 പേർ ഡിസ്റ്റിങ്ഷനും 29 പേർ ഫസ്റ്റ് ക്ലാസും നേടി. CBSEയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്കൂളിൽ നടത്തിയ പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടത്തിലേക്ക് എത്താൻ സ്കൂളിനും വിദ്യാർത്ഥികൾക്കും സാധ്യമായത്. പഠനം ഓൺലൈൻ ആയിരുന്നുവെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കിയ പഠന സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി ഓരോ വിഷയവും അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിൽ അധ്യാപകർ നടത്തിയ അക്ഷീണ പരിശ്രമം, സ്കൂൾ മാനേജ്മെന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയും വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നവും സ്നേഹമായ വിജയത്തിന് മുതൽക്കൂട്ടായി. മൊയ്നലി തങ്ങളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടക്കലാപത്തിന്റെ വക്കിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതൃയോഗം നാളെ ചേരും. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ മൊയ്നലിയുടെ വിവാദ പരാമർശം ചർച്ച ചെയ്യുമെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. പാണക്കാട് കുടുംബത്തിലും പാർട്ടിക്കുള്ളിലും ചർച്ച നടത്തിയ ശേഷമേ പ്രതികരിക്കൂവെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ചന്ദ്രികയിലെ കള്ളപ്പണ നിക്ഷേപ ആരോപണവുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ മൊയ്നലി ശിഹാബ് തങ്ങൾ ഉന്നയിച്ചിരുന്നത്. വിവാദ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിനകത്ത് കലാപക്കൊടി ഉയരുകയും ചെയ്തു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു വിമർശനം വന്നത് പാർട്ടിയെ അടിമുടി ഉലച്ചു കളഞ്ഞിട്ടുണ്ട്.
കുഞ്ഞാലിക്കുട്ടി നിയമസഭാ സമ്മേളനം പോലും വെട്ടിച്ചുരുക്കി മലപ്പുറത്തേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂട്ടക്കലാപത്തിന്റെ വക്കിൽ നിൽക്കുന്നതിനിടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ലീഗ് നേതൃയോഗം നാളെ മലപ്പുറത്ത് ചേരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വിവാദ പരാമർശം നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. പാണക്കാട് കുടുംബത്തിനും പാർട്ടിക്കുള്ളിലും ചർച്ച നടത്തിയ ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണമാകാമെന്നാണ് സാദിഖ് അലിയുടെ നിലപാട്. വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നും പാർട്ടിയുടെ അനൌദ്യോഗിക യോഗവും മലപ്പുറത്ത് ചേർന്നിരുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയാണ് മുഈൻ അലിയിൽ നിന്നുണ്ടായതെന്നാണ് പാർട്ടിയിൽ നിന്നുയരുന്ന വിമർശനം. അച്ചടക്കം ലംഘിച്ച മുഈൻ അലി തങ്ങൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്ന കാര്യം ചർച്ചയായതായും സൂചനയുണ്ട്. ഇന്നലെ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുഈൻ അലി തങ്ങൾ ഉന്നയിച്ചത്. ഹൈദർ അലി തങ്ങളെ ഇഡി ചോദ്യം ചെയ്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടിക്കാണെന്നാണ് മുഈൻ അലി പറഞ്ഞത്. പാർട്ടി ഫണ്ട് 40 വർഷമായി കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും പാർട്ടി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഹൈദർ അലി തങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണ് രോഗാവസ്ഥയിലായതെന്നും മുഈൻ അലി വികാരാധീനനായി വിശദീകരിച്ചിരുന്നു. 40 വർഷമായിട്ട് ഫണ്ട് കൈകാര്യം ഇലക്ഷൻ ആവട്ടെ എല്ലാത്തിനും നമ്മുടെ കുടുംബത്തില് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അതിന് മുന്നോട്ട് തന്നെ ആരും പൈസ കൈകാര്യം ചെയ്തില്ല. ഫിനാൻഷ്യൽ ഡയറക്ടറുടെ ചുമതല കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുക്കണമായിരുന്നു. അദ്ദേഹമാണ് ഈ ഇവർക്ക് വേണ്ടിയിട്ട് മറുപടി പറയേണ്ട ആൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ചന്ദ്രികന്റെ ഈ പറയപ്പെട്ട ലീഗൽ ഇഷ്യൂവിൽ അദ്ദേഹത്തിനാണ് പങ്കുള്ളത്. അതുപോലെ തന്നെ ഇബ്രാഹിം സാഹിബ് ചന്ദ്രിക എറണാകുളവുമായി ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിനും അതിന്റെ ചുമതലയുണ്ട്. കാരണം ഞാൻ 2 വർഷമായിട്ട് ഇതിന്റെ വിഷയങ്ങൾ ഉണ്ടായി. അപ്പൊ എന്നെ വാപ്പു ചുമതലപ്പെടുത്തി. പാപ്പക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചികിത്സ ചെയ്തു. നിയമസഭയ്ക്കകത്തും പുറത്തും KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു മുഈൻ അലിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. ഇത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെയും പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയിൽ കൂടിയാലോചനകൾ തകൃതിയായി നടക്കുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്ന് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ INL-ലേക്ക് സ്വാഗതം ചെയ്ത് INL ജില്ലാ നേതൃത്വം. മൊയ്ൻ അലിയെ പോലെ കാര്യങ്ങൾ നേർക്കുനേർ പറയുന്നവർക്ക് പറ്റിയ ഇടമല്ല ഇപ്പോഴത്തെ ലീഗെന്നും INL ജില്ലാ സെക്രട്ടറി CP അബ്ദുൽ വഹാബ് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ ശിങ്കിടി മുഖന്മാർക്ക് മാത്രമാണ് ഇവിടെ സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലീഗ് കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ രാഷ്ട്രീയം പറഞ്ഞ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ നൽകുന്നത് ഒരു ശുഭ സൂചനയെന്ന് INL മലപ്പുറം ജില്ലാ സെക്രട്ടറി CP അബ്ദുൽ വഹാബ്. നേരെ ചൊവ്വെ കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് പറ്റിയ ഇടമല്ല നിലവിലെ ലീഗ്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ശിങ്കിടി മുങ്കന്മാർക്കും കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയം അനുസരിക്കുന്നവർ മാത്രമാണെന്നും അബ്ദുൽ വഹാബ് പറഞ്ഞു. സമാദരണീയനായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ചില വസ്തുതകൾ അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു. കഴിഞ്ഞ 4 ദശാബ്ദമായി മുസ്ലിം ലീഗിനകത്ത് ശ്രീമാൻ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു സർവാധിപത്യമാണ് നടക്കുന്നത്. ജനാധിപത്യമില്ല. വരവ് ചിലവ് കണക്കുകൾ മുതൽ എല്ലാം അദ്ദേഹത്തിൻ്റേതായ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ്. ജനാധിപത്യം ധ്വംസിക്കപ്പെട്ട് പ്രയാസകരമായൊരു ചുറ്റുപാടിലൂടെയാണ് ലീഗ് രാഷ്ട്രീയം കടന്നു പോകുന്നതെന്ന് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. തീർച്ചയായും എത്രമേൽ അസഹനീയമായൊരു സാഹചര്യത്തിലായിരിക്കും ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു വസ്തുത തുറന്ന് പറയേണ്ടി വന്നിരിക്കുക എന്നാണ് നാം ചിന്തിക്കേണ്ടത്. മൊയ്ൻ അലി തങ്ങൾ തുറന്നുവിട്ടത് വിയോജനത്തിന്റെ വലിയ രാഷ്ട്രീയമാണെന്നും ലീഗിനകത്ത് അത് അപ്രസക്തമാണെന്നും അദ്ദേഹത്തെ INL-ലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അബ്ദുൽ വഹാബ് കേരള വിഷ്ണു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഈ രാജ്യത്തെ വഞ്ചിച്ചിരിക്കുന്നു, ഭരണഘടനയെ ചീന്തിയെറിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഗർജിച്ച മഹാനായ സേഠ് സാഹിബിൻ്റെ പാർട്ടിയിലേക്ക് ഇത്തരം തുറന്നു പറച്ചിലുകളും നേരെ ചൊവ്വ ചിന്തിക്കുന്നവർക്കും യഥേഷ്ടം കടന്നു വരുവാനും സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. തീർച്ചയായും മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിനകത്ത് ഇനിയുള്ള കാലം ശ്വാസം മുട്ടിക്കഴിയേണ്ടവനല്ല. ആദർശ രാഷ്ട്രീയമായ ഇന്ത്യൻ നാഷണൽ ലീഗിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളെ എല്ലാ ആദരവോടും കൂടെ ഇന്ത്യൻ നാഷണൽ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വാഗതം ചെയ്യുക. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി പ്രയാസകരമായ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോകുന്നു എന്ന വസ്തുത തുറന്നു പറയാൻ മൊയ്ൻ അലി തയ്യാറായി. അതൊരു ശുഭസൂചനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. INL
മെഹബൂബെ മില്ലത്തിന്റെ പ്രസ്ഥാനമാണ്. പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്ത സേട്ട് സാഹിബിന്റെ പ്രസ്ഥാനത്തിൽ നേരെ ചിന്തിക്കുന്നവർക്ക് സ്ഥാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊയ്നലി തങ്ങൾ മോശക്കാരനാണെന്ന് റാഫി പുതിയകടവ്. മൊയ്നലിക്കെതിരെ സ്ത്രീപീഡന കേസ് വരെയുണ്ടെന്നും വാർത്താസമ്മേളന വേദിയിൽ മൊയ്നലിയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത റാഫി പറഞ്ഞു. ഒരുപാട് ആളുകളുമായിട്ട് ബിനാമി ഇടപാട് നടത്തിയിട്ട് പൈസ വാങ്ങിയിട്ട് തങ്ങളെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെയും മോശമാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തിക്ക് വന്ന് കയറിയിരുന്നതാ. ഇവൻ തുടങ്ങിയിട്ട് ഒരു 4-5 മാസത്തോളമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇവനെ തങ്ങളെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സദസ്സിൽ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, പത്രസമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറി വന്നതാണ്. അപ്പം ഇവൻ പറയുന്ന ഓരോ വാക്കുകളും, ഇവൻ്റെ ഒട്ടനവധി കേസുകൾ ഈ പോലീസ് അന്വേഷിച്ചാൽ ഇവന് അത്രയും മോശക്കാരനാണ്. ഒരുപാട് പെണ്ണുകേസ് വരെ ഉണ്ട്. ആ ആളാണ് പാർട്ടിനെയും തങ്ങളെയും മോശമാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വൃത്തികേട് നടത്തുന്നത്. ആ സാധനത്തിനാണ്, അതുകൊണ്ട് തന്നെയാണ് തങ്ങളെന്ന് പോലും വിളിക്കാതെ നീയേ ഞാനെന്നുള്ള രൂപത്തിൽ സംസാരിച്ചത്. ഹൈദരലി തങ്ങളെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് ഇത്തരം വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും റാഫി മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത്രയും ആൾക്കാർ മുസ്ലിം ലീഗ് നേതാവ് ഹൈദരലി തങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ട്, ഹൈദരലി തങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ് അവന്. അല്ല, തങ്ങളെ മോനെന്നാണ്. അയാളെ ഈ യോഗത്തിലേക്ക് ആരും വിളിച്ചിട്ടില്ല. അയാളെ സംഭവം ശരിയാണ്. ചന്ദ്രികന്റെ മീറ്റിങ്ങിന് വിളിച്ചാൽ ചന്ദ്രികന്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാ. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ, മുനീർ ഇങ്ങനെ, ഹൈദരാലി തങ്ങൾ ഇങ്ങനെ പറയാനുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഇവന്റെ പേരിൽ ഒരുപാട് കേസ് ED അന്വേഷിക്കേണ്ടത് ഇവന്റെ സാമ്പത്തിക ക്രമവും ഇവന്റെ ബാക്കിയുള്ള പോരായ്മകളാണ് ED അന്വേഷിക്കേണ്ടത്. ലീഗ് നേതാക്കളുടെ സ്വിസ് ബാങ്കാണ് AR നഗർ ബാങ്ക് എന്ന് INL. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് ആസ്തി കണ്ടുകെട്ടണമെന്ന് INL ആവശ്യപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിയുടെ മകനടക്കം അനധികൃത നിക്ഷേപമുണ്ടെന്ന ആരോപണമുള്ള ബാങ്കിലേക്ക് INL മാർച്ച് നടത്തി. ലീഗ് ഭരിക്കുന്ന AR നഗർ സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുകയും ബാങ്കിന്റെ ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് INL ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കണമെന്നും INL ആവശ്യപ്പെട്ടു. അമിത്ഷാക്ക് ഗുജറാത്ത് സഹകരണ ബാങ്ക് പോലെയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് AR നഗർ സഹകരണ ബാങ്ക് എന്ന് INL വ്യക്തമാക്കി. ലീഗ് നേതാക്കളും കുടുംബവും കള്ളപ്പണം സൂക്ഷിക്കുന്ന അഭിനവ സ്വിസ് ബാങ്കാണ് AR നഗർ ബാങ്ക് എന്നും സമരം ഉദ്ഘാടനം ചെയ്ത നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി പറഞ്ഞു. അന്ന് പറഞ്ഞു IUML എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, ഇന്ത്യൻ യൂണിയൻ മണി ഈറ്റിംഗ് ലീഗാണ് എന്ന്. ഇത് പണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കള്ളക്കൊള്ള സംഘമാണ് എന്ന് മഹാനായ സേഠ് സാഹിബ് പറഞ്ഞത് ഇന്ന് ഈ രാജ്യത്ത് വെളിവാക്കപ്പെടുകയാണ്. ഈ മാഫിയ രാഷ്ട്രീയത്തിന്, ഈ മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് താനാണ് എന്ന് നിരവധി തവണ നെഞ്ചു വിരിച്ച കേരളീയ സമൂഹത്തോട് വെല്ലുവിളിച്ച ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേരാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. നിരവധി കേസുകളിൽ നിന്ന് അദ്ദേഹത്തിന് തടിയൂരാൻ വേണ്ടി പണമൊഴുക്കിയ ചരിത്രം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ സഹോദരൻ റൌഫാണ്. കോടികൾ ചെലവഴിച്ച് അദ്ദേഹം കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞത് ശ്രീമാൻ റൌഫാണ്. മതവും കള്ളപ്പണവും ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന 2 പാർട്ടികളാണ് ലീഗും BJPയും. കേരള ബാങ്ക് രൂപീകരണത്തെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുണ്ടായ കാരണം ലീഗ് നേതാക്കളുടെയും ബിനാമികളുടെയും അനധികൃത നിക്ഷേപ രഹസ്യങ്ങൾ മൂടിവെക്കാനായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. സുനാമി ഫണ്ടിന്റെ വെട്ടിപ്പിനെ കുറിച്ച് ശ്രീ KT ജലീൽ പറഞ്ഞത് ഏറ്റവും അവസാനം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇന്നോവ ഫണ്ട് വെട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സീമന്തപുത്രൻ ബഹുമാനായ മുഈനലി ശിഹാബ് തങ്ങള് വെളിവാക്കിയത് ഈ ഫണ്ടൊക്കെ വെട്ടിപ്പ് നടത്തിയിട്ട് ഏതെല്ലാം AR നഗർ സഹകരണ ബാങ്കുകളെ പോലെ ഏതെല്ലാം ബാങ്കുകളിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് ഒരു സമഗ്രമായ അന്വേഷണത്തിലൂടെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു ബാങ്കിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയപരമായ അപജയം നേരിടുകയും അതിന്റെ ഏറ്റവും വലിയ ദുഷിച്ച കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു പോകുന്നത് ഇത്തരം കള്ളപ്പണങ്ങൾ ഒഴുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. INL മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. INL ജില്ലാ സെക്രട്ടറി CP അബ്ദുൾ വഹാബ്, ജില്ലാ ട്രഷറർ നാസർ ചിനക്കലങ്ങാടി, NYL ജില്ലാ പ്രസിഡന്റ് നൌഫൽ തടത്തിൽ, ജനറൽ സെക്രട്ടറി മുജീബ് പുള്ളാട്ട്, ഗോൾഡൻ ബാവ, KKM കുറ്റൂർ, NP ഷംസു, P ഷാജി, ഷമീർ ബാബു, സ്വാദിഖ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു.
ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് കൂട്ടായ SHM UP സ്കൂളിൽ ഓൺലൈനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രശസ്ത ചലച്ചിത്രഗാന രചയിതാവ് BK ഹരിനാരായണൻ സമാധാന സന്ദേശം പകർന്ന് വിദ്യാലയത്തിലെ പരിപാടികളിൽ പങ്കെടുത്തു. 1946 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ 76ാം വാർഷിക ദിനത്തിന്റെ ഓർമ്മ പുതുക്കലിൽ സമാധാന സന്ദേശമുണർത്തുന്ന ഒട്ടേറെ പരിപാടികളിൽ കുട്ടികൾ പങ്കാളികളായി. ദേശസ്നേഹം വിഷയമായിട്ടുള്ള ഏകാഭിനയം, സമാധാന സന്ദേശ പ്രതിജ്ഞ, പോസ്റ്റർ നിർമ്മാണം, പ്രസംഗം, സഡാക്കോ കൊക്കുകളുടെ നിർമ്മാണം, ഗാനാലാപനം തുടങ്ങിയ പരിപാടികളിലാണ് കുട്ടികൾ ഏറെ ആവശ്യത്തോടെ തന്നെ പങ്കാളികളായത്. പ്രശസ്ത ചലച്ചിത്രഗാന രചയിതാവ് BK ഹരിനാരായണൻ സമാധാന സന്ദേശം പകർന്നുകൊണ്ട് വിദ്യാലയത്തിലെ പരിപാടികളിൽ പങ്കാളികളായി. ഈ 75 ആ ദുരന്ത സ്മൃതിയുടെ 75ാം വർഷം വരുന്നു. അതിന്റെ ആ ഓർമ്മ ദിനം സമാധാനമാണ് വേണ്ടതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആഘോഷിക്കുക എന്ന് പറയാൻ പറ്റില്ല, അത് ആചരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കൂട്ടായിലെ SHM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഈ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി കുരുന്നുകൾ മുന്നോട്ട് നടക്കുന്നു. ദേശസ്നേഹവും സമാധാന ചിന്തകളും കുട്ടികളുടെ മനസ്സുകളിൽ ഇടം പിടിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഹിരോഷിമ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. സഡാക്കോയുടെ ഓർമ്മയിൽ യുദ്ധവിരുദ്ധ ദിനം. പറവണ്ണ സലഫി സ്കൂളിൽ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമയും നാഗസാക്കിയും നാം അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ എന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിനിലൂടെ LP UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ സന്ദേശം പങ്കുവച്ചു. ജീവിക്കാനുള്ള മോഹങ്ങളോടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ നിർമ്മിച്ച് മരണത്തിലേക്ക് മടങ്ങിപ്പോയ ജപ്പാൻ പെൺകുട്ടി സഡാക്കോയെ ഓർമ്മിച്ചുകൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. ലോക സമാധാനത്തിനായി ഇനി ഒരു യുദ്ധം പാടില്ലെന്ന സന്ദേശത്തോടെ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും യുദ്ധം മാനവ സമൂഹത്തിന് നൽകുന്ന ദുരിതങ്ങളെ ഓർമ്മപ്പെടുത്തിയുള്ള സന്ദേശങ്ങളും നൽകി വിദ്യാർത്ഥികൾ. ഇന്നും രോഗങ്ങൾ മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ യുദ്ധങ്ങളും എതിർക്കപ്പെടണം. ഇനിയൊരു യുദ്ധം ഹിരോഷിമയിലും നാഗസാക്കിയിലും അനുവദിച്ചുകൂടാ. സാമ്രാജ്യത്വ വിരുദ്ധ സമാധാനം പ്രസ്ഥാനങ്ങൾ വളർന്നു വരേണ്ടത് അനിവാര്യമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണണം. പറവണ സലഫി സ്കൂളിലെ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഹിരോഷിമയും നാഗസാക്കിയും നാം അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ എന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിനിലൂടെ LP UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ സന്ദേശം പങ്കുവച്ചത്. സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ചുകൊണ്ട് പ്രൈമറി വിദ്യാർത്ഥികൾ നടത്തിയ യുദ്ധവിരുദ്ധ പ്രഭാഷണം, ഹിരോഷിമയും നാഗസാക്കിയും ലോകത്തിന് നൽകിയ ദുരിത കാഴ്ചകൾ വിവരിക്കുന്ന വീഡിയോ അവതരണം എന്നിവയും നടത്തി. കൂടാതെ വിദ്യാർത്ഥികൾ യുദ്ധം സമാധാനത്തിന് പരിഹാരമല്ലെന്ന സന്ദേശ പോസ്റ്ററും രചിച്ചു. UP വിദ്യാർത്ഥികളും ക്യാമ്പയിനിൽ പങ്കാളികളായി. സോഷ്യൽ ക്ലബ്ബ് കൺവീനർമാരായ ജാബിറ, ചിപ്പി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നന്നമ്പ്ര പഞ്ചായത്തിൽ വാക്സിൻ വിതരണത്തിൽ ക്രമക്കേടെന്ന് CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPM നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K ബാലൻ ഉദ്ഘാടനം ചെയ്തു. നന്നമ്പ്ര പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. CPM നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K ബാലൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി വാക്സിൻ വിതരണം ചെയ്യുന്ന ഈ കാട്ടുനീതിക്കെതിരെയാണ് CPIM-ന്റെ നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആളുകൾക്ക് യഥാസമയം ക്രമത്തിൽ കിട്ടേണ്ട വാക്സിൻ അതെല്ലാം മറികടന്നുകൊണ്ട് പല വാർഡുകളിലും പഞ്ചായത്ത് അംഗം PP ഷാവുൽ ഹമീദ്, ഫിർദൌസ്, ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലേക്ക് അനുവദിച്ച വാക്സിൻ വാർഡുകളിലേക്ക് വീതിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വാക്സിൻ നൽകാതെ പഞ്ചായത്ത് ഭരണസമിതിയിലെ UDF അംഗങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ഇഷ്ടക്കാർക്ക് മാത്രം നൽകുകയാണെന്ന് CPM പ്രവർത്തകർ പറഞ്ഞു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സർക്കാർ അനുവദിച്ച സമാശ്വാസ ധനം താനൂർ AE ഓഫീസിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് പരാതി. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU മലപ്പുറം ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മാത്രമല്ല മുൻവർഷങ്ങളിൽ ലഭിക്കാറുള്ള അവധി വേതനം ഈ വർഷം ലഭിച്ചില്ലെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമായ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സമാശ്വാസധനം അനുവദിക്കണമെന്ന സംഘടനയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പ്രതിമാസം 1600 രൂപ സർക്കാർ അനുവദിച്ചത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ സമാശ്വാസ ധനമായി 4800 രൂപ അനുവദിച്ച് ജൂൺ 23-നാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. എന്നാൽ മാസം 1 കഴിഞ്ഞിട്ടും താനൂർ AE ഓഫീസിൽ നിന്നും ധനസഹായം വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഈ ഓഫീസുമായി പലതവണ ബന്ധപ്പെട്ടപ്പോഴും അധിക്ഷേപകരമായ പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU മലപ്പുറം ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തൊഴിലാളികൾ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം ബന്ധപ്പെട്ട AE ഓഫീസിൽ CITU-ന്റെ താനൂർ ഏരിയ കോർഡിനേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇടപെട്ടിരുന്നു. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. താനൂരിലെ ഇവരുടെ അക്കൗണ്ടുള്ള സ്റ്റേറ്റ് ബാങ്കിൽ കയറി ചെന്നു, മാനേജറുമായി സംസാരിച്ചു. അവിടെ ബാങ്കിൽ പരിശോധിച്ചപ്പോൾ ഈ പണം ഇവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി.
വീണ്ടും താനൂർ AE ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കും. എന്നാൽ ഇന്നേ വരെ അവർക്ക് ആ പണം അവരുടെ അക്കൗണ്ടിൽ കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ ട്രഷറിയിലേക്ക് ഈ പണം AE ഓഫീസിൽ നിന്ന് അതിന് ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ ലഭിക്കാറുള്ള അവധി വേതനം ഈ വർഷവും ലഭിച്ചില്ലെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. AE ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക സമീപനം പാവപ്പെട്ട സ്ത്രീകളുടെ കുടുംബങ്ങളെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാചക തൊഴിലാളികൾ. കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി NRIG വർക്കേഴ്സ് യൂണിയൻ താനാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വേതനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NRIGC വർക്കേഴ്സ് യൂണിയൻ താനാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. NRIGC വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് രാധാ മാമ്പറ്റ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി പ്രഭാകരൻ, പ്രസിഡന്റ് ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തവണയും ഓണത്തിന് പൂക്കളമൊരുക്കാൻ നിറമടുത്തൂരിൽ നിന്നും പൂക്കളെത്തും. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾക്കായി ഗുണ്ടൽപേട്ടിലൊന്നും പോകണ്ട. നമ്മുടെ തിരൂരിലെ നിറമരുതൂരിലുണ്ട് അത്തരമൊരു പൂന്തോട്ടം. വസന്തകാലത്ത് ഓണത്തെ നാം സ്വീകരിക്കുന്നത് പൂക്കളം ഒരുക്കിയാണല്ലോ. എന്നാൽ ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾക്കായി ഗുണ്ടൽപേട്ടിനെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. തുമ്പിയും പൂമ്പാറ്റിയും വട്ടമിട്ട് പറക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചെണ്ടുമല്ലിയുടെ ഭംഗിയാണ് താനൂർ നിറമരുതൂരിൽ. വർഷമായി തരിശുനിലങ്ങളെയെല്ലാം കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചതെങ്കിലും ചെണ്ടുമല്ലി പൂക്കാൻ തുടങ്ങിയതോടെ ആവേശത്തോടെയാണ് നാട്ടുകാരും കർഷകരും ഒന്നിച്ചു നിന്നത്. നിറമരുതൂർ പഞ്ചായത്തിലെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇടപെടലിൻ്റെ ഫലമായി നിറമരുതൂർ പഞ്ചായത്തിലെ 8ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി ചെടിയുടെ കൃഷി തുടങ്ങുകയും അത് പൂവിരിഞ്ഞ് ഓണത്തിൻ്റെ വിപണി കാത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ വർഷം നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ പ്രദേശത്ത് പരീക്ഷിക്കുകയും അന്ന് കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പൂവിന് വിപണി കണ്ടെത്താത്ത ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃഷിഭവൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ ഫലമായി പൂവിന് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടി കൃഷി ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഇത് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പൂവിനെ അതുപോലെ തന്നെ വലിയ തോതിലേക്കുള്ള പൂന്തോട്ടങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടുവന്നിരുന്നത് നമ്മുടെ പ്രദേശത്ത് ഇത് കടന്നു വരികയാണ്. നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാ കൃഷിയും, പൂക്കൃഷിയല്ല മറ്റെല്ലാ കൃഷിയും ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലും പൂക്കളൊക്കെ കൃഷി ചെയ്യാമെടോ, ഈ ഒരു വാചകമാണ് ചോദിക്കുന്നവർക്ക് മുഴുവൻ പറയാനുള്ളത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഉണ്ണിയാലങ്ങലാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എല്ലാ വിൽപ്പനക്കും കാര്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പുതിയതായിട്ട് ഞങ്ങൾ ഇവിടെ പൂ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാ നാട്ടുകാർക്കും കാണികൾക്കും വേണ്ടിയിട്ട്. പഞ്ചായത്തിലെ 8 വാർഡുകളിലായി 12 സ്ഥലങ്ങളിൽ 3 ഏക്കറോളം വിസ്തൃതിയിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. 5 മുതൽ 10 വരെ ടൺ പൂക്കൾ ഓണവിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. എന്നിരുന്നാലും ചെണ്ടുമല്ലി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കൃഷിക്കാരുടെ തീരുമാനം. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ അത്തം മുതൽ തിരുവോണം വരെ ഓരോ വീട്ടിലെയും പൂക്കളത്തിൽ എത്തിക്കുന്ന സന്തോഷത്തിലാണിവർ. എന്നിരുന്നാലും ചെണ്ടുമല്ലി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. അത്തം 10 മുതൽ തിരുവോണം വരെ സ്വന്തം പൂക്കൾ അറുത്തു നൽകുന്ന സന്തോഷത്തിലാണിവർ. ക്യാമറമാൻ ആസാദിനോടൊപ്പം ശ്രീതു ശങ്കർ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. സംസ്ഥാനത്ത് ഇന്ന് 19,948 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,51,892 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
കേരളത്തിൽ ആശങ്കയ്ക്ക് കുറവില്ലെങ്കിലും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. 19,948 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,417 രോഗികളുള്ള മലപ്പുറം ജില്ല തന്നെയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ. ഏറ്റവും കുറവ് 433 രോഗികളുള്ള ഇടുക്കി ജില്ലയും 548 രോഗികളുള്ള വയനാട് ജില്ലയുമാണ് ഏറ്റവും കുറവുള്ളത്. 24 മണിക്കൂറിനിടെ പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണവും കുറഞ്ഞു. 1,51,892 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 13.13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 187 മരണങ്ങൾ സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 17,515 ആയി. അതേസമയം 18,744 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 97 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 996 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 81 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 19,480 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,78,204 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 33,17,314 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,87,492 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 4,58,397 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 29,095 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. 2,326 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി 52 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 266 വാർഡുകളാണ് കർശന നിയന്ത്രണത്തിലുള്ളത്. ദിനംപ്രതി ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് മലപ്പുറം ജില്ലയിലാണ്. 3,417 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. TPR 18.46% ഉയർന്നു. 3,674 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,636 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് ആശങ്ക ഒട്ടും കുറവില്ലാതെ തുടരുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം രോഗികൾ ഉണ്ടാകുന്നത് മലപ്പുറം ജില്ലയിലാണെന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 3,417 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 18.46% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 3,674 പേർ രോഗമുക്തരായി. ഇതോടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,94,690 ആയി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 3,307 പേർ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗികളായവരാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 50 പേരുടെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ വെള്ളിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചില്ല. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 60 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 73,332 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 29,386 പേരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 768 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 564 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 168 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 475 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,636 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ. മിക്കയിടങ്ങളിലും സിഗ്നൽ ബോർഡുകളില്ല. നടക്കാവ് വളവിൽ സൂചനാ ബോർഡില്ലാത്തതും കൈവരി നിർമ്മിക്കാത്തതും അപകടങ്ങൾക്കിടയാക്കുന്നതായും പരാതി. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് നാട്ടുകാർ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായെങ്കിലും പല ഭാഗങ്ങളിലും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നതാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. താനൂർ നടക്കാവ് വളവിൽ കഴിഞ്ഞ 3 അപകടങ്ങളും ഇതാണ് സൂചിപ്പിക്കുന്നത്. റോഡരികിൽ സ്ഥാപിക്കുന്ന കൈവരികൾ നടക്കാവ് വളവിൽ ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വട്ടത്താണിയിൽ ഓടിക്കൊണ്ടിരുന്ന പെട്രോൾ ടാങ്കർ റോഡിൽ നിന്നും തെന്നിമാറിയത് സമീപത്തെ റെയിൽപാതക്കരികിലാണ്. പുത്തൻതെരുവിൽ ഇരുഭാഗത്തുനിന്നും വന്ന ലോറികൾ കൂട്ടിയിടിച്ചു. മൂലക്കൽ ബസ്സുകൾ തമ്മിലും കൂട്ടിയിടിച്ചു. നടക്കാവിൽ നിർത്തിയിട്ട കാറിൽ ബസ്സിടിച്ചു. കളരിപ്പടി വളവിൽ മത്സ്യവുമായി പോകുകയായിരുന്ന മിനി പിക്കപ്പ് മറിഞ്ഞു. അപകടം സംഭവിച്ചതും വാഹനങ്ങളുടെ അമിത വേഗതയാണെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. റോഡിന്റെ നവീകരണ പ്രവർത്തനം നടന്നെങ്കിലും വാഹന ഡ്രൈവർമാർക്ക് അപകട മേഖല അറിയുവാനുള്ള സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. എത്രയും വേഗം സിഗ്നൽ ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. നിരന്തരമായ അപകടങ്ങൾ. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. താനൂരിൽ നടക്കാവിലും നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. തിരൂർ താനൂർ കടലുണ്ടി റോഡിൽ താനാളൂർ പഞ്ചായത്തിലെ പെരുവഴിയമ്പലം മുതൽ പാലക്കുറ്റിത്തോട് വരെയുള്ള ഭാഗങ്ങളിലും താനൂർ നടക്കാവിലും നിരന്തരമായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. പണി പൂർത്തിയായ റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കൽ, സൂചനാ ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചിട്ടില്ല. മൂലക്കൽ നടക്കാവ് ഭാഗങ്ങളിലെ വളവുകൾ അശാസ്ത്രീയമാണെന്ന് പരിശോധിക്കുന്നതിനും അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും മറ്റും പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ മാസ് ഇലക്ട്രിക്കൽസ് ഉടമ പൂക്കേൽ സ്വദേശി ചങ്ങമ്പള്ളി മുഹമ്മദ് കുട്ടി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഫാത്തിമത്ത് സൂറയാണ് ഭാര്യ. അബ്ദുൽ റസാഖ്, അബ്ദുൽ സമദ്, ഷംസീറ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തിരൂർ ജില്ലാ ആശുപത്രിയിൽ കളക്ടറുടെ സന്ദർശനം. ഓങ്കോളജി കെട്ടിടം ജനുവരിയിൽ തുറന്നുകൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി കസ്റ്റമർ സർവീസ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ ആദ്യ കസ്റ്റമർ സർവീസ് സെന്റർ താനൂരിൽ KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൊയ്നലി ശിഹാബ് തങ്ങളെ INL-ലേക്ക് സ്വാഗതം ചെയ്ത് ജില്ലാ നേതൃത്വം. മൊയ്നലിയെ പോലുള്ളവർക്ക് പറ്റിയ ഇടമല്ല സമകാലിക ലീഗെന്നും INL ജില്ലാ സെക്രട്ടറി CP അബ്ദുൽ വഹാബ്. നന്നമ്പ്ര പഞ്ചായത്തിൽ വാക്സിൻ വിതരണത്തിൽ ക്രമക്കേടെന്ന CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആശങ്ക ഒഴിയാതെ കേരളത്തിലെ കോവിഡ് രോഗികൾ 19,948 പേർക്ക് രോഗബാധ. TPR 13.13%. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.